ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. സാമൂഹിക പരിഷ്കർത്താവും പ്രമുഖ ഗോത്രവർഗ നേതാവുമായ ബിർസ മുണ്ടയുടെ 150ാം ജന്മവാർഷിക ദിനം ഇന്ന്. ജൻജാതീയ ഗൌരവ് ദിവസിനോടനുബന്ധിച്ച് രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ. ആദിവാസി സമൂഹങ്ങളുടെ ക്ഷേമത്തിന് കേന്ദ്ര സർക്കാർ പ്രഥമ പരിഗണനയാണ് നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബീഹാറിൽ ഗോത്രവർഗ വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി 6640 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. ആദ്യ ബോഡോലാൻഡ് മഹോത്സവം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. മഹാരാഷ്ട്രയിലും ഝാർഖണ്ഡിലും നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പരസ്യപ്രചാരണം അവസാനിക്കാൻ ദിവസങ്ങൾ ശേഷിക്കെ താരപ്രചാരകരെ അണിനിരത്തി വിവിധ രാഷ്ട്രീയ പാർട്ടികൾ. കേരളത്തിൽ പാലക്കാടും ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതം. ശ്രീലങ്കൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ നാഷണൽ പീപ്പിൾസ് പവർ വൻ ഭൂരിപക്ഷത്തിലേക്ക്. പ്രസിഡന്റ് അനുരകുമാര ദിസനായകയുടെ NPP കേവല ഭൂരിപക്ഷം കടന്നു. വാർത്തകൾ വിശദമായി. സാമൂഹിക പരിഷ്കർത്താവും പ്രമുഖ ഗോത്രവർഗ നേതാവുമായ ബിർസ മുണ്ടയുടെ 150ാം ജന്മവാർഷിക ദിനം ഇന്ന്. ബീഹാറിലും ഝാർഖണ്ഡിലും ഗോത്ര വിഭാഗങ്ങളെ ഒരുമിപ്പിച്ച അദ്ദേഹം നേതൃത്വം നൽകിയ പോരാട്ടങ്ങൾ പിന്നീട് ചരിത്ര താളുകളിൽ സുവർണ ലിപികളാൽ എഴുതപ്പെട്ടു. ബിർസ മുണ്ടയുടെ ജന്മദിനം ജൻജാതീയ ദിവസായി രാജ്യം ഇന്ന് ആഘോഷിക്കുകയാണ്. ഗോത്രവർഗ വിഭാഗം കൂടി വികസിക്കുമ്പോൾ മാത്രമേ രാജ്യവികസനം യാഥാർത്ഥ്യമാകൂ എന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു പറഞ്ഞു. ജൻജാതീയ ഗൌരവ് ദിവസിന് മുന്നോടിയായി രാജ്യത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ഗോത്ര വിഭാഗങ്ങളിലെ ജനങ്ങളുടെ ദ്രുതഗതിയിലുള്ള പുരോഗതിക്കാണ് രാജ്യം മുൻഗണന നൽകുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സ്വത്വം നിലനിർത്തിക്കൊണ്ട് ഗോത്രവർഗ വിഭാഗങ്ങൾ ആധുനിക വികസനത്തിന്റെ പാതയിൽ തുടരണമെന്നും രാഷ്ട്രപതി സന്ദേശത്തിൽ പറഞ്ഞു. ആദിവാസി സമൂഹങ്ങളുടെ ക്ഷേമത്തിന് കേന്ദ്ര സർക്കാർ പ്രഥമ പരിഗണനയാണ് നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജൻജാതീയ ദിവസ് ആഘോഷങ്ങളുടെ ഭാഗമായി ബീഹാറിലെ ജമുയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗോത്ര ജനതയുടെ കർമ്മശേഷി വർദ്ധിപ്പിക്കുന്നതിനായി നിരവധി പദ്ധതികളാണ് നടപ്പിലാക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. आज हर प्रोफेशन में आदिवासी बेटे बेटियां आगे आ रहे हैं. ये सब इसलिए हो रहा है क्योंकि बीते दशक में स्कूल से लेकर उच्च शिक्षा तक आदिवासी क्षेत्रों में बेहतर संभावनाएं बनी है. आजादी के 6-7 दशक बाद भी देश में एक ही सेंट्रल ट्राइबल यूनिवर्सिटी थी. बीते 10 सालों में इस सरकार ने 2 नई सेंट्रल ट्राइबल यूनिवर्सिटी देश को दी है. ഗ്രാമീണ വിദൂര പ്രദേശങ്ങളിലെ ഗോത്രവർഗ സമൂഹങ്ങളുടെ വികസനത്തിനായി 6640 കോടി രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും ശ്രീ മോദി നിർവഹിച്ചു. ബിർസ മുണ്ടയുടെ സ്മരണാർത്ഥം തപാൽ സ്റ്റാമ്പും സ്മാരക നാണയവും പ്രധാനമന്ത്രി പുറത്തിറക്കി. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി നിതീഷ് കുമാർ, കേന്ദ്രമന്ത്രിമാരായ ജുവൽ ഓറം, ചിരാഗ് പാസ്വാൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഗോത്ര സമൂഹങ്ങൾ ഭഗവാൻ ബിർസ മുണ്ടയോട് എന്നും കടപ്പെട്ടിരിക്കുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ജൻജാതീയ ഗൌരവ് ദിവസിനോടനുബന്ധിച്ച് ന്യൂഡൽഹിയിലെ ബൻസേര പാർക്കിൽ ബിർസ മുണ്ടയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചെറുപ്പത്തിൽ തന്നെ ഭഗവാൻ ബിർസ മുണ്ട തന്റെ ജീവിതം രാജ്യത്തിനും ഗോത്രവർഗ്ഗക്കാരുടെ ഉന്നമനത്തിനുമായി സമർപ്പിച്ചിരുന്നതായും ശ്രീ അമിത്ഷാ പറഞ്ഞു. ധർത്തി ആഭ ജനജാതീയ ഗ്രാം ഉത്കർഷ് അഭിയാന്റെ ഭാഗമായി ഇടുക്കിയിൽ നടന്ന സംസ്ഥാനതല ഉദ്ഘാടന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ മുഖ്യാതിഥിയായി. പദ്ധതിയുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി നിർവഹിച്ചു. ആദിവാസി വിഭാഗത്തെ വികസിത സമൂഹമാക്കി മാറ്റുന്നതിനുള്ള ഊർജിത ശ്രമമാണ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. കേരളത്തിൽ വയനാട്, പാലക്കാട്, കാസർഗോഡ്, ഇടുക്കി എന്നീ ജില്ലകളാണ് പദ്ധതിയിൽ ഉൾപ്പെടുന്നത്. ആദ്യ ബോഡോലാൻഡ് മഹോത്സവം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. സമാധാനം നിലനിർത്തുന്നതിനും ഊർജ്ജസ്വലമായ ബോഡോ സമൂഹം കെട്ടിപ്പടുക്കുന്നതിനുമായാണ് 2 ദിവസത്തെ പരിപാടി സംഘടിപ്പിക്കുന്നത്. സമൃദ്ധമായ ഭാരതത്തിനായി സമാധാനവും ഐക്യവും എന്നതാണ് പ്രമേയം. മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 288 മണ്ഡലങ്ങളിൽ പ്രചാരണം ഊർജിതം. കേന്ദ്രമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ അമിത്ഷാ, നിതിൻ ഗഡ്കരി, JP നഡ്ഡ തുടങ്ങിയവർ ഇന്ന് വിവിധയിടങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുക്കും. NCP SP അധ്യക്ഷൻ ശരത് പവാർ, സുപ്രിയ സുലെ, ശിവസേന UBT അധ്യക്ഷൻ ഉദ്ധവ് താക്കറെ തുടങ്ങിയവരും പ്രചാരണ റാലികളിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ മാസം 20-ന് ഒറ്റഘട്ടമായാണ് വോട്ടെടുപ്പ്.
ജാർഖണ്ഡിൽ ഈ മാസം 20-നാണ് രണ്ടാംഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പ്. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രമുഖ നേതാക്കൾ പ്രചാരണ രംഗത്ത് സജീവമാണ്. മുതിർന്ന ബിജെപി നേതാവും കേന്ദ്രമന്ത്രിയുമായ രാജ്നാഥ് സിംഗ്, മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി തുടങ്ങിയവർ വിവിധയിടങ്ങളിൽ ഇന്ന് പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും. മുതിർന്ന JMM നേതാവും ജാർഖണ്ഡ് മുഖ്യമന്ത്രിയുമായ ഹേമന്ത് സോറൻ, RJD നേതാവും ബീഹാർ മുൻ ഉപമുഖ്യമന്ത്രിയുമായ തേജസ്വി യാദവ് തുടങ്ങിയവരും പ്രചാരണത്തിന് എത്തുന്നുണ്ട്. ഉപതെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ പ്രചാരണം ആവേശകരമായ അവസാന ഘട്ടത്തിലേക്ക്. മുന്നണികളുടെ താരപ്രചാരകരുടെ നേതൃത്വത്തിലാണ് മണ്ഡലത്തിൽ പ്രചാരണം പുരോഗമിക്കുന്നത്. ഈ മാസം 20-നാണ് വോട്ടെടുപ്പ്. LDF സ്ഥാനാർത്ഥി P. സരിൻ, UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ, NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ എന്നിവരാണ് ജനവിധി തേടുന്നവരിൽ പ്രമുഖർ. വയനാട്, ചേലക്കര, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഫലം ഈ മാസം 23-നാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. ഇന്ന് ഗുരു നാനാക്ക് ജയന്തി. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയ പ്രമുഖർ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. കഠിനാധ്വാനത്തിൽ അധിഷ്ഠിതമായ ആത്മീയതയുടെ പാതയാണ് ഗുരുനാനാക്ക് ജനങ്ങൾക്ക് നൽകിയതെന്ന് രാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സത്യം, സാഹോദര്യം, ഐക്യം എന്നീ തത്വങ്ങൾക്കായി നിലകൊള്ളണമെന്ന് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. ഗുരുനാനാക്ക് നൽകിയ പാഠങ്ങൾ ജനങ്ങൾക്കെന്നും പ്രചോദനമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ശ്രീലങ്കയിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ നാഷണൽ പീപ്പിൾസ് പവർ വൻ വിജയത്തിലേക്ക് കുതിക്കുന്നു. രാവിലെ 11 മണി വരെയുള്ള കണക്കനുസരിച്ച് 113 സീറ്റുകൾ ഒറ്റയ്ക്ക് നേടി NPP കേവല ഭൂരിപക്ഷം കടന്നു. ഇതോടെ പ്രസിഡന്റ് അനുരകുമാര ദിസനായക്കെ പ്രതിനിധാനം ചെയ്യുന്ന ഇടതു സഖ്യം ഫലം പ്രഖ്യാപിച്ച 171 സീറ്റിൽ 123 സീറ്റുമായി 62% വോട്ട് വിഹിതം സ്വന്തമാക്കി. സജിത് പ്രേമദാസയുടെ നേതൃത്വത്തിലുള്ള പ്രധാന പ്രതിപക്ഷമായ സമാഗി ജന ബലവേഗയ ഇതുവരെ 31 സീറ്റുകൾ നേടിയിട്ടുണ്ട്. 2024 ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെയുള്ള ഇന്ത്യയുടെ കയറ്റുമതി നിരക്കിൽ 7.28% വർധനവ് രേഖപ്പെടുത്തി. ഈ കാലയളവിലെ ആകെ കയറ്റുമതിയിൽ $468.27 ബില്യൺ വളർച്ച കൈവരിച്ചതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കി. മണ്ഡല മകരവിളക്ക് മഹോത്സവ കാലത്തിന് തുടക്കം കുറിച്ച് ശബരിമല നട ഇന്ന് വൈകിട്ട് 4-ന് തുറക്കും. പുതിയ ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരുടെ സ്ഥാനാരോഹണവും ഇന്ന് നടക്കും. ജനുവരി 14-നാണ് മകരവിളക്ക്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി S. ശ്രീധർ. ശരണമന്ത്രങ്ങളാൽ മുഖരിതമാകുന്ന വ്രതശുദ്ധിയുടെ നാളുകൾക്ക് തുടക്കം കുറിക്കാൻ ശബരിമല ധർമ്മശാസ്ത്ര ക്ഷേത്രനട ഇന്ന് വൈകിട്ട് 4-ന് തുറക്കും. മേൽശാന്തി PN മഹേഷ് നട തുറന്ന് ദീപം തെളിക്കും. ആഴിയിൽ അഗ്നി പകരുന്നതോടെ 18-ാം പടി കയറാൻ തീർത്ഥാടകർക്ക് അനുമതിയും ലഭിക്കും. പുതിയ ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരുടെ സ്ഥാനാരോഹണം ഇന്ന് വൈകിട്ട് 6-ന് നടക്കും. വൃശ്ചികം 1-ആയ നാളെ പുതിയ മേൽശാന്തിമാരാണ് പൂജകൾ നടത്തുക. 30,000 പേരാണ് വെർച്വൽ ക്യൂ വഴി ഇന്ന് ദർശനത്തിനായി ബുക്ക് ചെയ്തിട്ടുള്ളത്. ദിനവും 70,000 പേർക്ക് വെർച്വൽ ക്യൂ വഴിയും 10,000 പേർക്ക് തത്സമയ ബുക്കിംഗിലൂടെയും ദർശനം നടത്താം. തത്സമയ ബുക്കിംഗിന് ആധാർ രേഖകൾ നിർബന്ധമാണ്. പുലർച്ചെ 3 മുതൽ ഉച്ചയ്ക്ക് 1 വരെയും ഉച്ചയ്ക്ക് 3 മുതൽ രാത്രി 11 വരെയും ദർശനം നടത്താം. കേരളത്തിൽ അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. മത്സ്യബന്ധനത്തിന് വിലക്കില്ല. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഇന്ത്യയുടെ 4ാമത്തെയും അവസാനത്തെയും T20 മത്സരം ഇന്ന് നടക്കും. ദക്ഷിണാഫ്രിക്കയിലെ വാൻഡറേഴ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 8:30-നാണ് മത്സരം. 4 മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ ഇന്ത്യ 2-1-ന് മുന്നിലാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. സാമൂഹിക പരിഷ്കർത്താവും പ്രമുഖ ഗോത്രവർഗ നേതാവുമായ ബിർസ മുണ്ടയുടെ 150-ാം ജന്മവാർഷിക ദിനം ഇന്ന്. ജൻജാതീയ ഗൌരവ് ദിവസിനോടനുബന്ധിച്ച് രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ. ആദിവാസി സമൂഹങ്ങളുടെ ക്ഷേമത്തിന് കേന്ദ്ര സർക്കാർ പ്രഥമ പരിഗണനയാണ് നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബീഹാറിൽ ഗോത്രവർഗ വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി 6,640 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. ആദ്യ ബോഡോലാൻഡ് മഹോത്സവം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പരസ്യപ്രചാരണം അവസാനിക്കാൻ ദിവസങ്ങൾ ശേഷിക്കെ താരപ്രചാരകരെ അണിനിരത്തി വിവിധ രാഷ്ട്രീയ പാർട്ടികൾ. കേരളത്തിൽ പാലക്കാടും ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതം. ശ്രീലങ്കൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ നാഷണൽ പീപ്പിൾസ് പവർ വൻ ഭൂരിപക്ഷത്തിലേക്ക്. പ്രസിഡന്റ് അനുരകുമാര ദിസനായകയുടെ NPP കേവല ഭൂരിപക്ഷം കടന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30-ന്.